വർഷം 2007. ലോകകപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായി ആടി ഉലഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. അപ്പോഴാണ് ക്രിക്കറ്റിന്റെ പുതിയൊരു രൂപത്തിന് പിറവികൊള്ളുന്നത്. ICCയുടെ പ്രഥമ T20 ലോകകപ്പ് അരങ്ങേറുന്നു. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ പലതും സംഭവിച്ചു. സച്ചിൻ, ഗാംഗുലി, ദ്രാവിഡ് മുതലായ സീനിയർ താരങ്ങളൊക്കെ ഈ ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിന്നു. ക്യാപ്റ്റനായി നിയമിച്ചതാകട്ടെ അധികമൊന്നും പരിചയസമ്പത്തില്ലാത്ത മഹേന്ദ്ര സിംഗ് ധോണിയെ. ODI ലോകകപ്പിൽ സംഭവിച്ച ദുരന്തം T20യിലും ആവർത്തിക്കുമോ എന്ന് പലരും ഭയന്നു. കാലം അങ്ങനെയായിരുന്നു കരുതി വെച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പൊടി പോലും ബാക്കിയുണ്ടാകുമായിരുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്നത് തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു പറ്റം താരങ്ങളുടെ കഥയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതുയുഗ പിറവിക്ക് വിളംബരം മോദിയ 2007 ആ വിജയഗാഥ. പാകിസ്ഥാനും സ്കോട്ട്ലാൻഡും അടങ്ങിയ ഗ്രൂപ്പ് ഡിയിൽ നിന്ന് തുടക്കം. രണ്ടു ടീമുകൾക്ക് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാവുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ ഇന്ത്യക്ക് എളുപ്പമായിരുന്നു. പക്ഷേ സ്കോട്ട്ലാൻഡുമായുള്ള ആദ്യ മത്സരം മഴ കാരണം മുടങ്ങിയതോടെ പാകിസ്ഥാനെതിരായ രണ്ടാം മത്സരം ഇന്ത്യക്ക് ഏറെ നിർണായകമായി. അത്യന്തം ആവേശം നിറഞ്ഞ ആ മത്സരത്തിൽ അവസാന പന്തിൽ പാകിസ്ഥാന് ജയിക്കാൻ വേണ്ടത് ഒരു റണ്ണായിരുന്നു. ആ പന്തിൽ മിസ്ബാ ഉൾ ഹക്കിനെ റണ്ണൌട്ടാക്കിയതോടെ മത്സരം ബോളൌട്ടിലേക്ക് നീങ്ങി. ആ രീതിയും ആരാധകർക്ക് പുതുമയേറിയ കാഴ്ചയായിരുന്നു. 5 ബോളുകളിൽ ഏറ്റവും കൂടുതൽ തവണ സ്റ്റമ്പിൽ കൊള്ളിക്കുന്ന ടീമിനെ വിജയായി പ്രഖ്യാപിക്കും. ആ കുരുക്കിൽ പാകിസ്ഥാൻ വീണു. ഇന്ത്യയുടെ 3 അവസരങ്ങൾ ലക്ഷ്യം കണ്ടപ്പോൾ പാകിസ്ഥാൻ ബോളർമാർക്ക് ഒന്നുപോലും സ്റ്റമ്പിൽ കൊള്ളിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും സൂപ്പർ 8ലേക്ക്. സൂപ്പർ 8ൽ ഇന്ത്യക്ക് നേരിടേണ്ടിയിരുന്നത് ശക്തരായ എതിരാളികളെയായിരുന്നു. ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട്. ആദ്യ മത്സരം ന്യൂസിലാൻഡിനെതിരെ. ആവേശം നിറഞ്ഞ ആ കളിക്കൊടുവിൽ ഇന്ത്യക്ക് 10 റൺസിന്റെ പരാജയം നേരിടേണ്ടി വന്നു. ഇനിയൊരു പരാജയം ഇന്ത്യക്ക് പുറത്തേക്കുള്ള വഴി തെളിക്കുമായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം മത്സരം 16 വർഷങ്ങൾക്കിപ്പുറവും ഏറെ തിളക്കത്തോടെ തന്നെ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിലുണ്ട്. ഫ്ലിൻഡ് ഓഫ് വാഗൊണ്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് യുവരാജ് ബാറ്റ് കൊണ്ട് മറുപടി നൽകിയ ആ ദിവസം. സ്റ്റുവർട്ട് ബോർഡിന്റെ ഒരു ഓവറിലെ 6 പന്തുകളും യുവരാജ് ബൗണ്ടറി ലൈൻ അപ്പുറം അടിച്ചിട്ടു. 218 എന്ന കൂറ്റൻ സ്കോർ അടിച്ചെടുത്ത ഇന്ത്യക്ക് 18 റൺസിന്റെ ഉജ്ജ്വല വിജയം. സൂപ്പർ 8ലെ അവസാന മത്സരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. വെറുമൊരു വിജയം മാത്രം ഇന്ത്യയെ സെമിയിലേക്ക് എത്തിക്കില്ലായിരുന്നു. റൺ റേറ്റ് കുറവായിരുന്ന ഇന്ത്യക്ക് ചുരുങ്ങിയത് 30 റൺസിൻ്റെയെങ്കിലും മാർജിനിൽ വിജയിക്കണം. പരിക്ക് കാരണം യുവരാജ് സിംഗ് ആ മത്സരം കളിക്കാതിരുന്നതും ഇന്ത്യയുടെ ആശങ്ക വർദ്ധിപ്പിച്ചു. രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ ഇന്ത്യ നേടിയത് 153 റൺസായിരുന്നു. സൗത്ത് ആഫ്രിക്കയെ 123 ഒതുക്കിയില്ലെങ്കിൽ ഇന്ത്യക്ക് വെറും കൈയോടെ മടങ്ങേണ്ടി വരും. പക്ഷേ RP സിംഗിന്റെ ഉജ്ജ്വല ബോളിംഗ് പ്രകടനം സൗത്ത് ആഫ്രിക്കയെ 116 ഒതുക്കി. ഇന്ത്യക്ക് 37 റൺസിന്റെ വിജയം. സെമിയിലേക്കുള്ള ടിക്കറ്റും ലഭിച്ചു. യഥാർത്ഥ വെല്ലുവിളി അവിടെയായിരുന്നു ഇന്ത്യയെ കാത്തിരുന്നത്. അന്ന് ക്രിക്കറ്റ് ലോകം അടക്കി വാണിരുന്ന ഓസ്ട്രേലിയയെ ഇന്ത്യ സെമിയിൽ നേരിടണം. മറുവശത്ത് പാകിസ്ഥാനും ന്യൂസിലാൻഡുമായിരുന്നു മത്സരം. ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി പാകിസ്ഥാൻ ഫൈനലിലെത്തിയതോടെ ആരാധകർ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ സ്വപ്നം കണ്ടു. യുവരാജ് സിംഗിന്റെ ഉജ്ജ്വല ബാറ്റിംഗ് കണ്ട ആദ്യ ഇന്നിംഗ്സിനൊടുവിൽ ഇന്ത്യ 158 റൺസ് എടുത്തു. ആ ലക്ഷ്യം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ S ശ്രീശാന്ത് എന്ന മലയാളി ബോളറുടെ വീര്യം അന്ന് ഓസ്ട്രേലിയ നന്നായി അറിഞ്ഞു. 4 ഓവറിൽ 12 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റുകൾ. ആ വിക്കറ്റുകളാവട്ടെ സാക്ഷാൽ ഗിൽക്രിസ്റ്റിന്റെയും മാത്യു ഹേഡന്റെയും. അങ്ങനെ ഓസ്ട്രേലിയയുടെ സ്കോർ 173 ഒതുങ്ങി. ഇന്ത്യ ഫൈനലിലേക്ക്. 2007 സെപ്റ്റംബർ 24. ജോഹന്നാസ്ബർഗിൽ ക്രിക്കറ്റ് വീരത്തിന്റെ അടയാള സൂചകമായി ആ മത്സരം ആരംഭിച്ചു. മത്സരം പാകിസ്ഥാനെതിരായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതൊരു അഭിമാന പോരാട്ടം കൂടിയായിരുന്നു. ടോസ് ലഭിച്ച ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. പരിക്ക് കാരണം വീരേന്ദ്ര സെവാഗ് അന്ന് ഇറങ്ങിയില്ല. പകരം ഇറങ്ങിയത് യൂസഫ് പത്താൻ. പക്ഷേ ആ ഫൈനലിൽ ഇന്ത്യയുടെ രക്ഷകനായി മാറിയത് ഗൗതം ഗംഭീറായിരുന്നു. ഗംഭീറിന്റെ 75 റൺസ് പിൻബലത്തിൽ ഇന്ത്യ 157 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ പാകിസ്ഥാന് തുടക്കം പിഴച്ചു. എന്നാൽ മിസ്ബാ ഉൾ ഹക്കും സുഹൈൽ തൻവീറും നിലയുറപ്പിച്ചതോടെ വീണ്ടും പാകിസ്ഥാൻ പ്രതീക്ഷകൾക്ക് ജീവൻ വെച്ചു. ഒടുവിൽ മത്സരം അവസാന ഓവറിലെത്തിയപ്പോൾ പാകിസ്ഥാന് ജയിക്കാൻ വേണ്ടത് 13 റൺസ്. അവശേഷിക്കുന്നതാവട്ടെ 1 വിക്കറ്റും. ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ധോണി യുവതാരമായ ജൊഹീന്ദ്ര ശർമ്മയെ കൊണ്ട് പന്തെറിയിപ്പിക്കുന്നു. ആദ്യ 2 പന്തുകളിൽ വഴങ്ങിയത് 7 റൺസ്. ജയിക്കാൻ 4 ബോളിൽ 6 റൺ. ഒരു 6 അകലെ പാകിസ്ഥാൻ ലോകകപ്പ് സ്വപ്നം കണ്ടപ്പോൾ ഇന്ത്യക്ക് ആ കിരീടം ഒരു വിക്കറ്റ് അകലെയായിരുന്നു. 3-ാം പന്തിൽ പിറകിലോട്ട് ഉയർത്തിയടിച്ച മിസ്ബയുടെ ആ ബോൾ ശ്രീശാന്തിന്റെ കൈകളിൽ വന്നു പതിച്ചപ്പോൾ ഒരു ജനതയുടെ ക്രിക്കറ്റ് ആവേശത്തിന് വീണ്ടും ജീവൻ വെച്ചു. അങ്ങനെ പ്രഥമ T20 കിരീടം നേടി ഇന്ത്യ ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിന്നു. മഹേന്ദ്ര സിംഗ് ധോണി എന്ന ക്യാപ്റ്റന്റെ ഉദയം. ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതുയുഗ പിറവി. ഒരു ടീം ഒറ്റക്കെട്ടായി അണിനിരന്ന് നേടിയ ഒരു ഉജ്ജ്വല വിജയഗാഥ. 16 വർഷങ്ങൾക്കിപ്പുറവും ആ രാവ് ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയത്തിനുള്ളിൽ ആവേശത്തിന്റെ പ്രതിബിംബമായി നിലകൊള്ളുന്നു. ഓർമ്മകൾ എന്നും ജ്വലിച്ചുകൊണ്ടിരിക്കട്ടെ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.